ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രതിരോധം, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിലായി ഇന്ത്യയും റഷ്യയും 16 കരാറുകളിൽ ഒപ്പുവച്ചു. ഇൻഡിഗോ വിമാനങ്ങളുടെ കാലതാമസവും റദ്ദാക്കലും സംബന്ധിച്ച സ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ആഭ്യന്തര യാത്രക്കാർക്കായി അധിക കോച്ചുകൾ സജ്ജമാക്കി ഇന്ത്യൻ റെയിൽവേ. 70ാമത് മഹാപരിനിർവാൺ ദിവസിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി ഡിസംബർ 18 വരെ നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കേരളത്തിലെ 7 ജില്ലകളിൽ പരസ്യ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം ഇന്നുച്ചയ്ക്ക്. വാർത്തകൾ വിശദമായി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സുപ്രധാന നാഴികക്കല്ലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വ്യാപാരം, പ്രതിരോധം, ആണവോർജ്ജം, ബഹിരാകാശം, ശാസ്ത്രം, സംസ്കാരം തുടങ്ങിയ നിരവധി മേഖലകളിൽ സമാധാനം, സ്ഥിരത, പുരോഗതി എന്നിവ നിലനിർത്തുന്നതിന് ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ശ്രീമതി മുർമു ഔദ്യോഗിക വിരുന്ന് സംഘടിപ്പിച്ചു. ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ രാത്രി റഷ്യയിലേക്ക് തിരിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. പ്രതിരോധം, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, ആരോഗ്യം, അക്കാദമിക്, സംസ്കാരം, മാധ്യമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇന്ത്യയും റഷ്യയും ഇന്നലെ 16 കരാറുകൾ കൈമാറി. ഇന്ത്യ റഷ്യ സൌഹൃദം ആഗോള വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകുമെന്നും ഈ വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പൊതുവായ ഭാവിയെ സമ്പന്നമാക്കുമെന്നും റഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2026 നടക്കുന്ന 24ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന പ്രകാരം എക്കാറ്ററിൻബർഗിലും കസാനിലും 2 ഇന്ത്യൻ കോൺസുലേറ്റുകൾ ആരംഭിച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. എല്ലാ മേഖലകളിലുമുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെട്ടതിൽ നേതാക്കൾ സംതൃപ്തി രേഖപ്പെടുത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. ഗുജറാത്തിലെ ഏകതാ നഗറിൽ നടക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇൻഡിഗോ വിമാന സർവീസുകളുടെ കാലതാമസവും റദ്ദാക്കലും സംബന്ധിച്ച സ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്നും ഇന്നു മുതൽ വിമാനത്താവളങ്ങളിൽ കാത്തിരിപ്പുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. വിമാനത്താവളങ്ങളിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കുറയ്ക്കുന്നതിലാണ് സർക്കാർ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന നൽകുന്നതിനായി വ്യോമയാന മന്ത്രാലയം എല്ലാ വിമാനത്താവളങ്ങൾക്കും എയർലൈൻ ഓപ്പറേറ്റർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. The Ministry of Civil Aviation has been actively on the ground engaging with all the necessary stakeholders for 2 things. 1, for passenger care, comfort and convenience. We want to reduce all the inconvenience that the passengers are facing at the airports. And 2, we want to ensure safe operations in the country also. With this 2 priority, the ministry has been thoroughly engaging from day 1. ഇൻഡിഗോ വിമാനങ്ങളുടെ പ്രവർത്തന തടസ്സങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യുന്നതിനായി സർക്കാർ 4-അംഗ സമിതി രൂപീകരിച്ചു. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തന തടസ്സങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന കാരണങ്ങൾ സമിതി തിരിച്ചറിയുമെന്ന് DGCA പ്രസ്താവനയിൽ പറഞ്ഞു. ഇൻഡിഗോ വിമാന തടസ്സങ്ങൾ കണക്കിലെടുത്ത് സുഗമമായ വിമാന സർവീസ് നിലനിർത്തുന്നതിന് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പൈലറ്റ് ബോഡികളുടെയും അസോസിയേഷനുകളുടെയും പൈലറ്റുമാരുടെയും സഹകരണം DGCA അഭ്യർത്ഥിച്ചു. രാജ്യവ്യാപകമായി വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ റെയിൽവേ വിപുലമായ നടപടികൾ സ്വീകരിച്ചു. രാജ്യത്താകെ 37 ട്രെയിനുകളിൽ 116 അധിക കോച്ചുകൾ ഉൾപ്പെടുത്തി. ദക്ഷിണ റെയിൽവേയാണ് ഏറ്റവും കൂടുതൽ കോച്ച് വർധനവ് നടത്തിയത്. 18 ട്രെയിനുകളിൽ ശേഷി വർദ്ധിപ്പിച്ചു. രാജ്യം ഇന്ന് 70ാമത് മഹാപരിനിർവാൺ ദിവസ് ആഘോഷിക്കുന്നു. ഭരണഘടനാ ശില്പിയും സാമൂഹിക പരിഷ്കർത്താവും നിയമജ്ഞനുമായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് മഹാപരിനിർവാൺ ദിവസ് ആചരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർള, രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് ഹരിവംശ് നാരായൺ സിംഗ്, പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ പാർലമെന്റ് സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തും.
ഗുജറാത്തിലെ ബനാസ് ഡയറിയിൽ നടക്കുന്ന സഹകരണ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ മൂന്നാമത്തെ യോഗത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രി സനദറിലെ ബനാസ് ഡയറിയുടെ ബയോ CNG രാസവള പ്ലാന്റ് എന്നിവ ഉദ്ഘാടനം ചെയ്യും. സനദറിൽ നടക്കുന്ന പൊതുയോഗത്തെയും കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോം ഡിസംബർ 18 വരെ സ്വീകരിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. ഒരാഴ്ച നീട്ടണമെന്ന സർക്കാർ ആവശ്യം അംഗീകരിച്ചാണ് കമ്മീഷന്റെ തീരുമാനം. കരട് പട്ടിക ഈ മാസം 23-നും അന്തിമ പട്ടിക 2026 ഫെബ്രുവരി 21-നും പ്രസിദ്ധീകരിക്കും. അതേസമയം സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,66,44,300 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഫോമുകൾ ഇനിയും മടക്കി നൽകിയിട്ടില്ലാത്തവർ എത്രയും വേഗം BLOമാരെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. SIR-മായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 11 മണിക്ക് മസ്കറ്റ് ഹോട്ടലിലാണ് യോഗം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ നാളെ വൈകിട്ട് പരസ്യപ്രചാരണം അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. വോട്ടെടുപ്പിന് മുൻപുള്ള അവസാനത്തെ വാരാന്ത്യ അവധിക്കിടെ പരമാവധി പേരെ നേരിൽ കണ്ട് വോട്ടുകൾ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്ഥാനാർത്ഥികൾ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് പരസ്യപ്രചാരണം അവസാനിക്കും. അതിനു മുമ്പ് ഈ 7 ജില്ലകളിലും പ്രചാരണ രംഗത്ത് പരമാവധി മുന്നേറ്റമുണ്ടാക്കാനാണ് 3 പ്രധാന മുന്നണികളും ശ്രമിക്കുന്നത്. ആകെ 36,630 സ്ഥാനാർത്ഥികളാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ജനവിധി തേടുന്നത്. പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കൊട്ടിക്കലാശം പോലുള്ള പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള പരിപാടികൾ പാടില്ല. പരസ്യപ്രചാരണത്തിന്റെ സമാപനത്തിലും മാതൃകാ പെരുമാറ്റച്ചട്ടവും ഹരിതചട്ടവും പാലിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പുവരുത്തണം. പ്രചാരണ ഗാനങ്ങൾ ഉച്ചത്തിൽ കേൾപ്പിച്ച് മത്സരിക്കുന്ന പ്രവണതയും കർശനമായി നിയന്ത്രിക്കാൻ കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്കും പോലീസ് അധികൃതർക്കും നിർദ്ദേശം നൽകി. ശബരിമലയിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്നലെ മുതൽ ഒരുക്കിയിരിക്കുന്ന കനത്ത സുരക്ഷ ഇന്നും തുടരും. CRPF, RAF, കേരള പോലീസ്, NDRF, ആന്റി സബോട്ടേജ് ചെക്ക് ടീം, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്നീ സേനാ വിഭാഗങ്ങളാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് നട തുറന്ന ശേഷമാണ് 18ാം പടി കയറാൻ തീർത്ഥാടകരെ അനുവദിച്ചത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 വിശാഖപട്ടണത്ത്. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പര ഈ മാസം 9 ആരംഭിക്കും. FIH പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ചെന്നൈയിൽ ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രവേശനം. ഇരു ടീമുകളും 2 ഗോളുകൾ നേടി കളി അവസാനിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-നെതിരെ 4 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയം ഉറപ്പിച്ചത്. ഞായറാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ ജർമ്മനിയെ നേരിടും. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്തി. 42 സ്വർണവും 14 വെള്ളി, 11 വെങ്കലം ഉൾപ്പെടെ 64 മെഡലുകളാണ് ചണ്ഡിഗഡ് സ്വന്തമാക്കിയത്. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി 2ാം സ്ഥാനവും ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി 3ാം സ്ഥാനവും സ്വന്തമാക്കി. UK ആസ്ഥാനമായുള്ള പ്രതിരോധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വ്യവസായി റോബർട്ട് വാദ്രയെ പ്രതിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഡൽഹി റൌസ് അവന്യൂ കോടതി ഇന്ന് വാദം കേൾക്കും. കേസിൽ റോബർട്ട് വാദ്രയ്ക്കെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കേസിൽ റോബർട്ട് വാദ്രയുടെ മൊഴി ED നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഗാന്ധിനഗറിൽ ഭൌമ ഉച്ചകോടി 2025 കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. സഹകർ സാരഥി സംരംഭത്തിന് കീഴിൽ 13-ലധികം പുതിയ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിലായി ഇന്ത്യയും റഷ്യയും 16 കരാറുകളിൽ ഒപ്പുവച്ചു. ഇൻഡിഗോ വിമാനങ്ങളുടെ കാലതാമസവും റദ്ദാക്കലും സംബന്ധിച്ച സ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ആഭ്യന്തര യാത്രക്കാർക്കായി അധിക കോച്ചുകൾ സജ്ജമാക്കി ഇന്ത്യൻ റെയിൽവേ. 70ാമത് മഹാപരിനിർവാൺ ദിവസിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി ഡിസംബർ 18 വരെ നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കേരളത്തിലെ 7 ജില്ലകളിൽ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം ഇന്നുച്ചയ്ക്ക്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.